സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തെക്കിൽ പാലം മുതൽ ചെർക്കള ടൗൺ വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു ഡ്രോൺ വിശേഷമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്ത ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരിക്കുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞ ദിവസം നമ്മുടെ പൊയിനാച്ചി മുതൽ തെക്കിൽ പാലം വരെയായിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ തെക്കിൽ മുതൽ ചെർക്കള ടൗൺ വരെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ബേവിഞ്ച വയഡക്റ്റ് നിർമ്മാണത്തിൻ്റെ മാറ്റങ്ങളാണ് ഇപ്പോൾ നിലവിൽ കാണുന്നുള്ളത്. പിന്നെ ബാക്കിയുള്ള ചെർക്കള ടൗണിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്. പിന്നെ ബേവിഞ്ച തെക്കിൽ പാലം കഴിഞ്ഞതിന് ശേഷം ഈ ഭാഗങ്ങളിൽ വലിയ മാറ്റം ഇല്ല എങ്കിലും ഈ റീട്ടൺ വാൾ നിർമ്മിച്ച ഭാഗത്ത് ഇത് നേരത്തെ റീട്ടൺ വാൾ നിർമ്മിച്ച ഭാഗമാണ്. അപ്പോൾ ആ ഭാഗത്ത് മണ്ണ് ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു പ്രത്യേകത മാറ്റമാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ നമ്മുടെ ബേവിഞ്ച വയഡക്റ്റിൻ്റെ ഏകദേശം ഈ ബീമുകളൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവസാനം 1-2 മാത്രമാണ് ഇനി നിലവിൽ വർക്ക് നടക്കുന്നുള്ളത്. ഒന്നിൻ്റെ ഫൗണ്ടേഷൻ പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. ബാക്കിയുള്ള നിലവിലെ ഹൈറ്റിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ ഒന്ന് അപ്രോച്ച് സ്ലാബിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം, ദൃശ്യങ്ങളിൽ വ്യക്തമാവും എത്ര വർക്ക് ഇപ്പോൾ നിലവിൽ കാണുന്നുണ്ട്. കാരണം മഴക്കാലം ആയെങ്കിലും ഈ ബേവിഞ്ച വയഡക്റ്റിൻ്റെ വർക്ക് വലിയ ലാഗായിട്ട് പോയിട്ടില്ല. എന്നാലും നല്ല സ്പീഡിൽ തന്നെ വർക്ക് നടന്നിരുന്നു. ഈ ഒരു ഭാഗത്ത് മാത്രം ഫൗണ്ടേഷൻ വർക്ക് നടക്കുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാത്തിനും ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി 1-2 ബീമുകളെ ഈ വാളിൻ്റെ വർക്കാണ് ഇനി നടക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ആ വാള് നിർമ്മിച്ച ഭാഗത്ത് ഇപ്പോൾ മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവൃത്തികൾ ഭാഗത്ത് ഇപ്പോൾ നടക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എക്സ്കവേറ്ററും പിന്നെ ടോറസൊക്കെ മണ്ണ് തള്ളി ഇടുന്ന ഡംപ് ചെയ്യുന്ന പ്രവൃത്തികളാണ് നടക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ഒരു 3-4 സ്പാനിൻ്റെ വർക്ക് നേരത്തെ കാസ്റ്റിംഗ് വർക്കൊക്കെ കഴിഞ്ഞതാണ്. സ്ലാബ് കോൺക്രീറ്റ് സ്ലാബ് ഒക്കെ കഴിഞ്ഞതാണ്. പിന്നെ സുഹൃത്തുക്കളെ, വീഡിയോ ഫുൾ സ്ക്രീനായി തന്നെ മുഴുവനും കാണാൻ ശ്രമിക്കുക. അവസാന ഭാഗത്ത് നമ്മുടെ ഇപ്പോൾ ഈ ചെർക്കള മുതൽ ചട്ടഞ്ചാൽ വരെ ഒരു വയഡക്റ്റ് സ്ട്രൈറ്റായിട്ട് ഒരു വയഡക്റ്റ് നിർമ്മാണമാണ് നടക്കുന്നതെങ്കിൽ അതിൻ്റെ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് അതിൻ്റെ കാഴ്ച കാണാം. സ്ട്രൈറ്റായിട്ട്, അതായത് ചെർക്കള മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള ഒരു സ്ട്രൈറ്റ് വീഡിയോ നിങ്ങൾക്ക് കാണാൻ ശ്രമിക്കാം. പിന്നെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം. കാരണം ഏറ്റവും അനുയോജ്യമായത് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ വട്ടപ്പാറ വയഡക്റ്റ് പോലെ ഈ ഭാഗത്തും അതേപോലെ ഒരു വയഡക്റ്റ് നിർമ്മാണം നടത്തിയിരുന്നെങ്കിൽ ഇത്ര ഒരു ബുദ്ധിമുട്ട് ഇവർക്ക് ഉണ്ടാവുമായിരുന്നില്ല. അപ്പോഴേ വയഡക്റ്റൊക്കെ പണി കഴിഞ്ഞ് ഇത് വണ്ടികൾ ഓടിത്തുടങ്ങുമായിരുന്നു. അങ്ങനെയുള്ള ഇപ്പോൾ സംഭവമാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ കുന്നിടിച്ച ഭാഗത്ത് ചെറിയ മാതിരിയുള്ള ഒരു മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഭാഗത്താണ് മെയിൻ മണ്ണിടിച്ചിലുണ്ടായിരുന്നത്. ഇപ്പോൾ അനിശ്ചിതകാലത്ത് ഇപ്പോൾ വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതായത് വലിയ വാഹനങ്ങൾ, ചെറുതായുള്ള വാഹനങ്ങൾ ഇപ്പോഴും ഓടുന്നുണ്ട്. അതായത് കാറ്, പിന്നെ അങ്ങനെയുള്ള മോട്ടോർ സൈക്കിള്, അതുമാതിരിയുള്ള വണ്ടി, ഓട്ടോറിക്ഷ. കാരണം ഇവിടുത്തെ ആൾക്കാർക്ക്, അതായത് ഈ പ്രദേശവാസികൾക്ക് പോകാനുള്ള ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത്, ആക്സസ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഭാഗത്ത് നേരത്തെ സോയിൽ നൈൽ പ്രവർത്തികൾ കഴിഞ്ഞതാണ്. കാണാം, ഈ ഭാഗത്തൊക്കെ മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട്. കുന്ന് ലെവലാക്കുന്ന വർക്ക് നടക്കുന്നുണ്ട്. ഈ ഭാഗത്ത് നേരത്തെ മുമ്പ് ഇതായത് മണ്ണിടിച്ചിലുണ്ടായ ഭാഗമാണത്. അവിടെ ഒരു ഇരുമ്പിൻ്റെ പ്ലേറ്റൊക്കെ വെച്ചിപ്പോൾ താൽക്കാലികമായിട്ട് സ്റ്റോപ്പാക്കിയിട്ടുണ്ട്. പിന്നെ സോയിൽ നെയിൽ പ്രവൃത്തികളൊക്കെ നിർത്തിവെച്ചിരിക്കുകയാണ്. ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനിയിപ്പം ബാക്കിയുള്ള സോയിൽ നെയിലിൻ്റെ പ്രവൃത്തികൾക്ക് നടത്താൻ വേണ്ടിയുള്ള ആ ഭാഗത്ത് മണ്ണെടുത്ത് മാറ്റുന്ന പ്രവൃത്തികൾ ഇപ്പോൾ നടന്നു വരികയാണ്.
ഈ ഭാഗത്ത് സോയിൽ നെയിലിൻ്റെ പ്രവൃത്തികൾ നടക്കാൻ ബാക്കിയുള്ള ഭാഗത്തെ മണ്ണെടുത്ത് മാറ്റുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അതിനുശേഷം നേരത്തെ സോയിൽ നെയിൽ ചെയ്ത ഭാഗം അതിനുശേഷം താഴെ മണ്ണെടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം സോയിൽ നെയിൽ പ്രവൃത്തികൾ നടക്കാൻ ബാക്കിയുണ്ട്. അപ്പം ഇത് നേരത്തെ മണ്ണെടുക്കാതെ ഇരുന്നതെന്ന് വെച്ചാൽ മണ്ണിടിച്ചിൽ ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ടാണ്. ഈ താഴെ ഭാഗത്താണ് ഇപ്പോഴും മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതുവഴിയുള്ള യാത്ര ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, മണ്ണിടിച്ച് നല്ല മണ്ണ് പോയിട്ടുണ്ടായിരുന്നു. ചെർക്കള ടൗണിലെ ഫ്ലൈ ഓവർ വർക്ക് നല്ല വേഗത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നേരത്തെ നിർമ്മിച്ചതിൻ്റെ കുറച്ച് ഭാഗം കൂടി ഇനി കുറച്ച് സ്പാനുകൾ കൂടി ഈ കോൺക്രീറ്റ് സ്ലാബ് നിർമ്മിക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ ചെർക്കള ടൗണിൽ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിച്ച് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടേക്ക് കെയർ, ബൈ ബൈ. അവസാനം വരെ കാണാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ ചെർക്കള ടൗണിൽ നിന്ന് ചട്ടഞ്ചാൽ വരെയുള്ള ഒരു വയഡക്റ്റ് നിർമ്മാണം ആണെങ്കിൽ അതിൻ്റെ വ്യൂ എങ്ങനെയായിരിക്കുമെന്നാണ് ആ അവസാന വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്.